ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. ഞാനൊരു ഓണം സ്പെഷ്യൽ ലുക്ക്, പക്ഷേ ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്തത്. ഒരു ഒരു പക്ക ട്രഡീഷണൽ ലുക്കൊന്നുമല്ല, പക്ഷേ ഇപ്രാവശ്യത്തെ എൻ്റെ ഓഫീസിലെ ഓണത്തിന് ഞാൻ ട്രൈ ചെയ്തൊരു ലുക്കാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഭാവനയിൽ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു സാധനമാണ്. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്യുകയാണ്. ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ഞാൻ ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സാരി ഓൾറെഡി ഉടുത്ത് തന്നിരുന്നു കേട്ടോ ഒരു ചേച്ചി. അപ്പോൾ സാരി ഓൾറെഡി ഉടുത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര എളുപ്പമായി, കാരണം എനിക്ക് സാരി എടുക്കാൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ബാക്കി മേക്കപ്പ് ഞാൻ നോക്കിയാൽ മതിയായിരുന്നു. അപ്പം ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മളൊന്ന് കാര്യമായിട്ട് റെഡിയൊക്കെ ആയി പോകണമല്ലോ, ഡ്രസ്സ് ചെയ്തൊക്കെ പോകണമല്ലോ. അപ്പം ഞാൻ ഈ ഇടുന്ന ഓറഞ്ച് സാധനം നിങ്ങൾക്കറിയായിരിക്കും, ഇത് കളർ കറക്റ്ററാണ്. ഒത്തിരി ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ കളർ കറക്റ്റർ വെച്ച് ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കൺസീലർ, കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യാൻ കൺസീലർ ഇട്ടു. അതെല്ലാം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തത് ലിപ് ബാം ഇടണമായിരുന്നു. ലിപ് ബാം ഇട്ടു, പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് നല്ല രീതിയിൽ ആക്ച്വലി ബ്രഷ് ചെയ്ത് നമ്മൾ ഈ സാധനം ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ നല്ല രസമല്ലേ, ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് ഇങ്ങനെ കാണുമ്പം. അല്ലേ, നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഓക്കെ, ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തൊരു പ്രോസസ്സാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ഇടാൻ മറന്നുപോയപ്പോൾ ഞാൻ ഒന്നോടെ ഇട്ടു. പിന്നെ അതായത് ഞാൻ ഭയങ്കര സമയമെടുത്ത് ഞാനിത് എഡിറ്റ് ചെയ്യാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ആയിരുന്നു. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ലുക്കാണ്, പക്ഷേ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഇതിനിടയ്ക്ക് ഞാൻ കുറേ വർത്താനമൊക്കെ എന്നോട് തന്നെ പറഞ്ഞൊക്കെയാണ് ഞാൻ ഈ ലുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഞാൻ കണ്ണിൽ ഒരു സ്മോക്കി ഐ ലുക്ക് നോക്കാനായിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ കൺമഷിയൊക്കെ ഒന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ചിട്ട് ഒന്നിങ്ങനെ കണ്ണിൽ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു ഇത് ചെയ്യാന്. പിന്നെ ഒന്നുകൂടെ ഫേസ് ഒന്നുകൂടെ ലീനായിട്ട് തോന്നാനായിട്ട് നമ്മൾ കോണ്ടൂർ ചെയ്യുമല്ലോ, അപ്പോൾ ആ കോണ്ടൂറൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് എനിക്ക് തോന്നും, ചില ഫോട്ടോസിൽ എനിക്ക് തോന്നാറുണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് വ്യത്യാസമുണ്ടെന്ന്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കോണ്ടൂറൊക്കെ സെറ്റപ്പാക്കി ചെയ്ത് കൊടുത്ത് ഇങ്ങനെ എനിക്ക് പക്ഷേ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ബ്ലെൻഡർ അല്ലെങ്കിൽ ബ്രഷൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം നമ്മൾ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ്ലി കൈ വെച്ചിട്ടാണ് ലുക്ക് ചെയ്തത്. ഇതിൽ 2-3 സമയത്ത് മാത്രമാണ് എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ബ്രഷ് എടുത്തിട്ടുള്ളൂ. ബാക്കി ഫുൾ ഞാൻ ചെയ്തത് കൈ വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തത്. പിന്നെ നമ്മളൊരു ത്രിതത്തിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തു. പക്ഷേ ഈ ബ്ലഷ് ആക്ച്വലി നല്ലതാണ്, പക്ഷെ അത് സൺസ്ക്രീനൊക്കെ ഇട്ട് ഞാൻ നോർമൽ ലുക്കിലിടുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിനൊരു ചെറിയൊരു ഷൈനി ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ യൂഷ്വലി എനിക്ക് വേറൊരു എൻ്റെ ഒരു കസിൻ എനിക്ക് തന്നൊരു ഇതുണ്ട്, ഒരു ബ്ലഷ് ഉണ്ട്, അത് ആക്ച്വലി നല്ലതാണ്. അത് ഇങ്ങനെയുള്ള ലുക്സിൻ്റെ കൂടെ നല്ലോണം പോകാറുണ്ട്. പിന്നെ നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി സെറ്റാക്കി. പിന്നെന്താ നമ്മുടെ മസ്കാര ഇസ് എ മസ്റ്റ്. കാരണം മസ്കാരയുടെ ഇത് കൊണ്ടുവരുന്നൊരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവരും. പിന്നെ ഐബ്രോ ഒന്നോടെ ഞാൻ ഫില്ല് ചെയ്തൊക്കെ കൊടുത്ത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ഞാനിങ്ങനെ എന്നെ തന്നെ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഞാൻ സെറ്റാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മുടെ മുടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം മുടി സെറ്റാക്കുകയാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുടിയൊക്കെ ആക്ച്വലി ഭയങ്കര സിമ്പിൾ പ്രോസസ്സാണ്. ജസ്റ്റ് ഞാനൊന്ന് മെസ്സി ബൺ വെച്ചു. അപ്പോൾ മുടി കുറച്ചുകൂടെ വേണ്ടതുകൊണ്ട് വേറൊരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒരു ബൺ കെട്ടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതൊരു റെഡ് ക്ലിപ്പാണ് കേട്ടോ, റോസിൻ്റെ ക്ലിപ്പാണ്. അത് മീഷോയിൽ വാങ്ങാൻ കിട്ടും, വലിയ റേറ്റൊന്നുമില്ല. അങ്ങനെ 3 ക്ലിപ്സ് കൊടുത്തു. പിന്നെ നല്ലൊരു നെക്ക് പീസ് ഉണ്ടായിരുന്നു, എനിക്ക് ആ നെക്ക് പീസ് ഇട്ടു. ആൻഡ് നെക്ക് പീസ് അത്യാവശ്യം നല്ല രീതിയിൽ ഹെവിയും നല്ല ക്ലാസി ആയതുകൊണ്ട് ഞാൻ ഇയറിങ്സ് ഒത്തിരി വലിയ ബോൾഡായിട്ടുള്ള ഇട്ടില്ല, ഞാൻ ഓൾറെഡി ഉള്ള ഇയറിങ്സ് തന്നെ ഇട്ടു. പിന്നെന്താ, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ ലുക്ക്. പിന്നെ കുപ്പിവെള്ളം ഇട്ടു. അപ്പം ഇത് ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനത് മാറ്റാൻ വേണ്ടിയിട്ടാണ് റെഡ് ലിപ്സ്റ്റിക്കും ബാംഗിൾസും ഹെയർ ആക്സസറിയും റെഡ് കൊടുത്തത്. അത് ആ ലുക്കിനെ ശരിക്കും നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലുക്കായിരുന്നു.
സോ ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്നൊക്കെ ഒന്ന് പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് ആരെങ്കിലും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്കും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ അയച്ചു തരൂ. താങ്ക് യു.